അങ്ങനെ അവിടുന്ന് ഒരു 1/2 കിലോ അയില വാങ്ങി. വലിയ അയിലയാണ് അല്ലേ? പിന്നെ കുറച്ച് ചെറിയ അയിലം തന്നിട്ടുണ്ട്. അടിപൊളി. നമുക്ക് വണ്ടിയിൽ വയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുത്തൻതോട് ബീച്ച് എറണാകുളത്താണ്. ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയപ്പോഴേക്കും മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ വന്നത് കാക്കനാട് നിന്നാണ്. ഏകദേശം 31 കിലോമീറ്റർ ഉണ്ട് കാക്കനാട് നിന്ന് ഈ പുത്തൻതോട് ബീച്ചിലേക്ക്. ഇന്ന് ലീവാണ് എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഒന്ന് ഈവനിങ് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പുത്തൻതോട് ബീച്ചിലേക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം അല്ലേ? അല്ലേ പാറു? അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഊഞ്ഞാലിൽ നിന്ന് ഞങ്ങൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് ഇൻട്രൊഡക്ഷൻ പറയാൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ? അല്ലേ പാറു? കം ഓൺ. ഞങ്ങൾ ആക്ച്വലി ഈ ബീച്ചിൽ വന്നത് കറക്റ്റ് സമയത്താണ് കേട്ടോ. ഇവിടെ നല്ല വൈബാണ്, നല്ല കാറ്റാണ്. കറക്റ്റ് സമയത്ത് ഞങ്ങളിവിടെ എത്തിയത്. നല്ല തിരക്കുണ്ട്. ഇത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പാറുതാ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാർക്കിംഗ് സൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതാ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതാ ഇവിടെ പാർക്ക് ചെയ്യുക. ഇതാ ഞങ്ങൾ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്ത് ഇതാ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ തിരക്കുകൾ ഇങ്ങനെ കൂടി വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് പോലെ അടിപൊളി കാറ്റാണ്. എന്താ പാറ സുഖണ്ടാ? ഈ പെണ്ണിന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ പെണ്ണിന് എവിടെ പോയാലും ഊഞ്ഞാൽ കിട്ടുമല്ലോ. അതെന്താ അങ്ങനെ? ഇല്ല കുഞ്ഞാ? ഇല്ല പാറു? പാർക്ക് പോയാലും ഊഞ്ഞാൽ കിട്ടും, എവിടെ പോയാലും ഊഞ്ഞാൽ കിട്ടും. എന്താ അങ്ങനെ? പാറു എന്താ മാജിക് ആണോ? നോക്കട്ടെ. കമ്മോൺ. ലിമോ ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവളും അവളുടെ കുട്ടിക്കാലത്തേക്ക് പോയില്ലേ? അത് പൊട്ടി വീഴണ്ട കേട്ടോ ലിമോ. പൊട്ടി പടേന്ന് താഴത്തേക്ക് വീഴണ്ട. തൂങ്ങിക്കേ. ആ തൂങ്ങിയുടെ മോളിക്ക് കയറിയ ചെരുപ്പൂര് മോളിക്ക് ടോപ്പിലേക്ക് പോകണം. കയറി പോണം. പോ തൂങ്ങടാ. ആദ്യം 2 കാല് വെക്ക്. ആദ്യം യൂസർ ബ്രെയിൻ അച്ഛ പറയാറില്ലേ? അങ്ങനെ തന്നെ. ഒന്നും പറ്റണില്ലല്ലോ പാറോണ്. ശക്തിയൊക്കെ അവിടെ പോയി. ശക്തിയൊക്കെ ചോർന്നു പോയാ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ വെള്ളത്തിലേക്ക് പോവാണ് അല്ലേ? പാറു വെള്ളം തണുപ്പുണ്ടാ? അധികം ദൂരത്തേക്ക് പോകണ്ടോ പാറു? എന്താ ചെയ്യണേ? മോളിൽ ഞാൻ അവിടെ എന്താ കുഴി ഉണ്ടാക്കാണാ? വെള്ളം വന്നു. വെള്ളം വന്നേ. എന്താ മോളി ചെയ്യണേ? എന്താ ഉണ്ടാക്കണേ? ഇവിടെ നല്ല തിരമാലകളാണ് ഗൈസ് അല്ലേ? നല്ല അടിപൊളി സ്ട്രോങ് തിരമാലകളാണ് അല്ലേ ലിമോ? നല്ല സ്ട്രോങ് ആണ്. ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞേ നല്ല അയില കിട്ടുന്ന. അപ്പോൾ കുറച്ച് അയില വാങ്ങിയാലോ നിങ്ങൾക്ക്? ഫ്രഷ് അയിലല്ലേ ഇത്? എത്രയാണ് റേറ്റ്? 200 രൂപ 1 കിലോ. ചെറുതിന് 100. അപ്പൊ 1/2 കിലോ വാങ്ങാം അല്ലേ? 1/2 കിലോ എടുത്തോളൂ. പെടയണില്ലല്ലോ. സൂപ്പർ അല്ലേ? അങ്ങനെ അവിടുന്ന് ഒരു 1/2 കിലോ അയില വാങ്ങി. വലിയ അയിലയാണ് അല്ലേ? പിന്നെ കുറച്ച് ചെറിയ അയിലം തന്നിട്ടുണ്ട്. അടിപൊളി. നമുക്ക് വണ്ടിയിൽ വയ്ക്കാം. ഞങ്ങളുടെ ഒരു കൂട്ടുകാരന് ഇവിടെ കുഴിയാന കിട്ടിട്ടോ. എത്ര ഉണ്ടത്? കുറേ ഉണ്ടല്ലോ കുഴിയാന. കുഞ്ഞാ പാറു ചോദിച്ചായിരുന്നില്ല കുഴിയാന എന്താണെന്ന്? ഇതാണ് കുഴിയാന കേട്ടാ. ഇതാണ് കുഴിയാന. കുറേ ഉണ്ടായില്ലേ? കണ്ടാ?
കണ്ടാ വെള്ളം നല്ല തണുപ്പുണ്ടല്ലേ? എന്താണ് പറയാ, ഈവനിങ് ആക്ച്വലി ഈവനിങ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേ തിരമാലകൾ ഇങ്ങനെ തിരമാല ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ? നല്ല ടൈമിൽ നമ്മൾ വന്നത്. നല്ല 5 മണിക്ക് ശേഷം വന്നാൽ അമ്മേ അടിയുന്നേ പൂഴി ഇങ്ങനെ സ്ട്രോങ് കൂടി വരികയാണ്. നമ്മുടെ കാലിന്റെ അടിയിലെ മണ്ണ് നല്ലോണം ഒലിച്ചു പോകുന്നുണ്ട്. കാലിന്റെ അടിയിലെ മണ്ണ് പോയി പോകാം. പുത്തൻതോട് ബീച്ച് എറണാകുളം ജില്ലയിലെ കണ്ണമാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയതും പക്ഷേ അതീവ മനോഹരവുമായ ഒരു ബീച്ചാണ്. ഇവിടെ എത്തുന്ന നിമിഷം തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ കടലിൻ്റെ ശാന്തതയും കാറ്റിൻ്റെ തണുപ്പുമാണ്. ഫാമിലിയുമായി ഒരു ഈവനിങ് സ്പെൻഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുത്തൻതോട് ബീച്ച് ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ്. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. നീല ആകാശവും നീല കടലും ഇടയ്ക്കിടെ മീൻ പിടിക്കുന്ന വള്ളങ്ങളും കരയിലൂടെ ഓടിക്കളിക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഒരു സിമ്പിൾ ആൻഡ് സോൾഫുൾ വൈബ് ഓർ ക്യാച്ച് ആയിയേ. വീക്കെൻഡ് ദിവസങ്ങളിൽ ചെറിയ തിരക്കുണ്ടെങ്കിലും വീക്ക് ഡേയ്സിൽ അത്ര തിരക്കില്ല. കുട്ടികളുമായി വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. എന്നാൽ കടൽ ശക്തമായ സമയങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വൈകുന്നേരത്തെ ലോങ് ബീച്ച് വാക്ക് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, സൺസെറ്റ് ഫോട്ടോഗ്രാഫി, കുട്ടികളോടൊപ്പം കളിക്കൽ, കടൽക്കാറ്റിൽ ഇരുന്ന് റിലാക്സ് ചെയ്യാം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നുമില്ലെങ്കിലും മനസ്സ് ശാന്തമാക്കാൻ ഇതൊരു സൂപ്പർ പ്ലേസ് തന്നെയാണ്. ഇവിടുത്തെ സൺസെറ്റ് പറയാതെ വയ്യ. കടൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആ സൂര്യാസ്തമയം ക്യാമറയിൽ പകർത്തുമ്പോൾ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നോക്കട്ടെ, കേറിയില്ല. പാറു മീനാണ് കേട്ടോ, ഇതിന്റെ മുഴുക്ക മീനാണേ. കണ്ടാ, ഫ്രഷ് ആയില്ല. പാറു കണ്ടാ, അയിലാണേ. കണ്ടാ, വലിയ അയില ചെറിയ അയില ഒക്കെ ഉണ്ട്. കണ്ടാ, നിങ്ങളാണ് ആ തോണി അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? നിങ്ങളില്ലായിരുന്നെങ്കിൽ. അങ്ങനെ പാറു വെള്ളത്തിലൊക്കെ കളിച്ചിട്ടേ അപ്പം ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ മുഴുക്ക മുട്ടക്കല്ലുകളാണ് കേട്ടോ. ഇത് ഈ ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ്. മുഴുക്ക മുട്ടക്കല്ലുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? പറത്ത് അങ്ങനെ ഞങ്ങളിവിടെ പട്ടൊക്കെ വാങ്ങിയില്ലേ? പട്ടൊക്കെ വാങ്ങി പട്ടം വാങ്ങി ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. പറത്തിക്ക പാറു, പറത്തിക്കേ. ഞാൻ പറത്തില്ല പട്ടം. പാറു പറത്തിക്കോ. പറത്തണയില്ലേ? അങ്ങനെയല്ല, ആറ് പിടിക്കേ. ഞാൻ പറഞ്ഞത് എങ്ങനെ അതിലേട്ടാ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറത്തണം, കാറ്റിന്റെ ദിശ അനുസരിച്ച്. അവരതൊക്കെ നോക്കി അങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങട് അത് പൊന്തിച്ച് നോക്കി. അപ്പൊ അത് എങ്ങടാ പോണേ നോക്കി. കണ്ട, അത് ഇങ്ങടാ വരുന്നേ. രണ്ട് കഷ്ണമൊക്കെ ഹലോ, അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി വന്നു അല്ലേ പാറു? പാറു ആണ് കേട്ടോ ഇന്ന് കൂടുതൽ എൻജോയ് ചെയ്തത്.
എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. പാറുവാണ് കൂടുതൽ. കാരണം പാറു ഒരു സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ, അല്ലേ? ആ ബീച്ചിൽ തന്നെ അവിടെ തന്നെ കളിക്കായിരുന്നു. അവൾക്ക് അവിടെ ഫ്രണ്ട്സും കിട്ടി, എല്ലാം കിട്ടി, അല്ലേ പാറു? കുഴിയാമയല്ല, അവള് കുഴിയാനേനെ പെറുക്കി എടുക്കുമായിരുന്നു, അല്ലേ? എത്ര കുഴിയാനേനെ കിട്ടി? 20 എണ്ണോ? അവളുടെ കളി കാരണം ഞങ്ങൾക്ക് വേറെ സ്ഥലത്തൊന്നും പോകാനും പറ്റിയില്ല, അല്ലേ? അവിടെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടേക്കൊന്നും പോവാൻ പറ്റിയില്ല. അതെ, വെള്ളത്തിൽ നിന്ന് നീക്കുന്നില്ല. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു, അല്ലേ? നമ്മള് പട്ടം പറത്തി, അല്ലേ? പട്ടം പറത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു. അടിപൊളി ബീച്ചായിരുന്നു, അല്ലേ? ഇനി നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ നമുക്ക് വാക്ക് വേയിലൊക്കെ പോയി വരണം കേട്ടോ പാറു. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ.